ഇന്ന് ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ് നോക്കാൻ പോകുന്നത്. ഈ സ്ട്രാറ്റജി 50 മിനിറ്റ് ക്യാൻഡിലാണ് ചെയ്യേണ്ടത്. ഇത് ബർജർ പെയിൻറ്റ് എന്ന സ്റ്റോക്കിൽ കറക്റ്റായിട്ട് മാസങ്ങളായിട്ട് വർക്കാകുന്നുണ്ട്. ഞാൻ 2 മാസത്തോളമായി ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രാറ്റജി എന്താണെന്ന് പറയാം. നമ്മൾ നോക്കേണ്ടത് 50 മിനിറ്റിൻ്റെ ചാർട്ടാണ്. അതിൽ ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ, അതായത് 9:15 മുതൽ 9:30 വരെയുള്ള ക്യാൻഡിൽ ഒഴിവാക്കുക. പിന്നീടുള്ള 2 ക്യാൻഡിൽ, അതായത് 9:30ക്കും 10 മണിക്കും ഇടയിലുള്ള ക്യാൻഡിൽ, ഓക്കെ, ആ 2 ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് 9:30ക്കുള്ള ക്യാൻഡിൽ. ഇത് 9:45 to 10 വരെയുള്ള ക്യാൻഡിൽ. ഹൈയും ലോയും മാർക്ക് ചെയ്യാം. ആ 2 ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും. ഓക്കെ, ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് കുറച്ചുകൂടി താഴെ വരുന്നുണ്ട്, അത് കറക്റ്റായിട്ട് ഈ ചാർട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എപ്പോഴാണോ ഇതിൻ്റെ ഈ 2 ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്, അപ്പോൾ നമ്മൾ ബൈ എടുക്കുക. എന്നിട്ട് ആ ദിവസത്തിൻ്റെ എൻഡ് വരെ നമ്മൾ വെക്കണം. അതായത് ഒരു 3:15 3 മണിക്ക് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. അതുപോലെ താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സെല്ലടിക്കണം. അതേപോലെ ആ ദിവസത്തെ എൻഡ് വരെ നമുക്ക് വെക്കാം. ഇതാണ് സ്ട്രാറ്റജി. അതായത് സ്ട്രാറ്റജി ഒന്നുകൂടെ പറയാം. 9:30 മുതൽ 10 മണി വരെയുള്ള 2 ക്യാൻഡിൽ ബർജർ പെയിൻറ്റിൻ്റെ, അതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. അതിൻ്റെ ഹൈ എപ്പോഴാണോ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് അപ്പോൾ ബൈ എടുക്കണം. അതിൻ്റെ സ്റ്റോപ്പ് ലോസ്, ഈ ലോ പോയിൻ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അതുപോലെ തന്നെ ഈ ലോ പോയിൻ്റ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോൾ സെൽ എടുക്കണം. സ്റ്റോപ്പ് ലോസ് ഈ നമ്മൾ മാർക്ക് ചെയ്ത ഹൈ പോയിൻ്റ്. ഇത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ, ഇത് കാണാൻ പറ്റും, 2 ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുന്നത്. ഇത് 9:30 ക്യാൻഡിലാണ് ഈ വലുത്. അതിനുശേഷം ഫോമായ 2 ക്യാൻഡിലാണിത്. ഇതിനെ ക്രോസ് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ നമ്മൾ ബൈ എടുക്കും. നമുക്ക് നമ്മൾ എടുക്കേണ്ടത് ഈ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഇത് നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും എടുത്താൽ ഇത് കിട്ടുന്നുണ്ട്. ചില ദിവസങ്ങളിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ലോസ് ഒരു ലിമിറ്റിൽ വെക്കാനാവും, ഈ ഇതുള്ളതുകൊണ്ട്, സ്റ്റോപ്പ് ലോസ് ഉള്ളതുകൊണ്ട്. ഇവിടെ 2 ക്യാൻഡിൽ നോക്കി, ഇത് താഴോട്ട് പോയി, പക്ഷേ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഓക്കെ, അത് പ്രശ്നമില്ല. നമുക്ക് അടുത്ത ദിവസം എന്തായാലും നോക്കാം. അടുത്ത ദിവസം ഒരു വെരി ഹൈ മൂവ്മെൻറ്റ്, ഈ ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആണ്. ഇതിലും നമുക്ക് കാണാൻ പറ്റും. ന്യൂസ് ബേസ്ഡ് മൂവായാലും ഇതാണ് 10 മണി, അല്ല 9:30 to 10 മണി, ഈ 2 ക്യാൻഡിലാണ് നമുക്ക് ഹൈ ലോ മാർക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 10 മണിക്ക് നിങ്ങൾ ഇതിൽ എൻ്റർ ആവുക, മാർക്കറ്റിൽ ചാർട്ട് നോക്കുക. അപ്പോൾ ബർജർ പെയിൻറ്റിൻ്റെ ചാർട്ട് എടുക്കുക. അതിൽ 9:30 to 10 മണി വരെയുള്ള ക്യാൻഡിൽ, അത് 50 മിനിറ്റിൽ നോക്കുക. അതിൻ്റെ ഹൈയും ലോയും അടയാളപ്പെടുത്തുക.
പിന്നെ എപ്പോഴാണോ എൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് അതിന് ശേഷം നിങ്ങൾക്ക് എൻട്രി പോയിൻ്റ് എടുക്കാം. അതുപോലെ തന്നെ താഴോട്ട് ഇങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. ഈ സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന് ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.